ഹായ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മിസ്റ്റർ ബീൻ എന്ന വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. മിസ്റ്റർ ബീനിനെ കുറിച്ച് കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. പണ്ട് പോഗോ ചാനലിൽ സ്ഥിരമായി വരാറുള്ള ഒരു കാർട്ടൂൺ കഥാപാത്രത്തിന് ജീവൻ നൽകിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപാട് ആസ്വദിച്ച ഒരു കാർട്ടൂണായിരുന്നു അത്. ഞാനും എൻ്റെ കുട്ടികളൊക്കെ സ്ഥിരമായി കാണാറുണ്ടായിരുന്നു. എല്ലാവരെയും കുടുകൂടെ ചിരിപ്പിച്ച ഒരു കഥാപാത്രത്തിന് ജീവൻ നൽകിയ ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് റോവാൻ അറ്റ്കിൻസൺ എന്നായിരുന്നു. ജനുവരി 16, 1955 യുണൈറ്റഡ് കിങ്ഡത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ലോകം മുഴുവൻ ഫേമസ് ആയ വ്യക്തി മാത്രമല്ല, അഭിനയത്തിന് ഭാഷ വേണ്ട എന്ന് തെളിയിച്ചൊരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. ലോകം മുഴുവൻ ചിരിപ്പിച്ച വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതം അത്ര രസമുള്ളതായിരുന്നില്ല. ധനികനായി ജനിച്ചുവെങ്കിലും സ്വന്തം വീട്ടിൽ ഒരുപാട് മെൻ്റൽ പ്രഷറൊക്കെ അദ്ദേഹം അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് കുട്ടിക്കാലത്ത് ഒരു ഐഡൻറ്റിറ്റി നേടിയെടുക്കണമെന്ന് അദ്ദേഹത്തിന് വാശിയുണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിലും കോളേജ് കാലഘട്ടത്തിലും ഒക്കെ അദ്ദേഹം ഒരുപാട് കോമാളി വേഷങ്ങളൊക്കെ അഭിനയിച്ചിരുന്നു, നാടകത്തിലൊക്കെ അഭിനയിച്ചിരുന്നു. തൻ്റെ ഫേസ് കട്ട് കുട്ടിക്കാലത്തെ ഒരു കോമാളിയെ പോലെയാണെന്ന് അദ്ദേഹത്തിന് സ്വയം തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കോമാളി വേഷങ്ങൾ സ്വയം സെലക്ട് ചെയ്തത്. എന്നാൽ റിയൽ ലൈഫിൽ അദ്ദേഹം ഒരിക്കലും ഒരു കോമാളി ആയിരുന്നില്ല. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹയർ എഡ്യൂക്കേഷൻ നേടിയെടുത്തൊരു വ്യക്തിയായിരുന്നു. നല്ലൊരു ആക്ടർ മാത്രമല്ല, നല്ലൊരു കൊമേഡിയനും ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ ബീൻ എന്ന ക്യാരക്ടർ ഒരുപാട് അംഗീകാരം കിട്ടി. പോസിറ്റീവ് റെസ്പോൺസ് ഒരുപാട് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്തു. 1990 മുതൽ 95 വരെ മിസ്റ്റർ ബീൻ്റെ 15 എപ്പിസോഡുകൾ ഉണ്ടായിരുന്നു. ഈ 15 എപ്പിസോഡുകളും വേൾഡ് ഫേമസ് ആയിരുന്നു. എന്നാൽ ഇതിന് ലാംഗ്വേജ് ഉണ്ടായിരുന്നില്ല. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപാട് ആസ്വദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജീവിതത്തിൽ അദ്ദേഹം ഒരു റിയൽ ഹീറോ തന്നെയായിരുന്നു. അങ്ങനെ പറയാൻ കാരണം 2001 അദ്ദേഹം ഫാമിലിയുമൊത്ത് ഒരു പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്യുകയായിരുന്നു. പൈലറ്റ് പെട്ടെന്ന് അറിയാതെ മയങ്ങിപ്പോയി. ഫ്ലൈറ്റിൻ്റെ കൺട്രോൾ തെറ്റിയപ്പോൾ എന്തോ അപാകതയുണ്ടെന്ന് മനസ്സിലാക്കിയ മിസ്റ്റർ ബീൻ അവിടെ ചെന്ന് കാര്യങ്ങൾ മനസ്സിലായി. എന്നാൽ വിമാനത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത മുൻ പരിചയം ഇതിനെപ്പറ്റി ഇല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ അപ്പോൾ തോന്നിയ ബുദ്ധിയിൽ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. ഈ സമയത്ത് പൈലറ്റ് ഉണരുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസം ഒരുപാടുള്ള വ്യക്തികളെ ജീവിതത്തിൽ എത്ര ആയാലും അവർ ഉയർന്നുയർന്നു പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 130 കോടിയിലധികം ആസ്തിയുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. മിസ്റ്റർ ബീനിനകത്ത് നമ്മൾ സ്ഥിരം കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പച്ച കാറ്. ജീവിതത്തിൽ ഒരുപാട് വാഹനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കോടിക്കണക്കിന് സ്വത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ജാടയൊന്നും ഇല്ലായിരുന്നു. സാധാരണക്കാരനെ പോലെ ജീവിച്ച ഒരു പാവം പച്ചയായ ഒരു മനുഷ്യനായിരുന്നു ഇദ്ദേഹം മരിച്ചു വന്ന് 1916, 17 ഫേക്ക് ന്യൂസുകളൊക്കെ വന്നിരുന്നു. എന്നാൽ ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നതായാണ് അറിവ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് കഠിന പ്രയത്നം നേടിയെടുത്താൽ നമ്മളും ജീവിതത്തിൽ നമ്മളും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. നമുക്ക് ആത്മവിശ്വാസം വേണം, കഠിന പരിശ്രമം നമ്മൾ നേടിയെടുക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമ്മളും ഉന്നത നിലയിൽ എത്തിച്ചേരും.